ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ GST പരിഷ്കരണങ്ങൾ എങ്ങനെയാണ് ഓരോ സാധാരണക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ പോകുന്നത്. നികുതി ഭാരം കുറച്ച് നമ്മുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ വളർച്ചയെ എങ്ങനെ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കും അറിയാൻ കാത്തിരിക്കുക. കാരണം ഇതൊരു സാധാരണ സാമ്പത്തിക വാർത്തയല്ല, ഇന്ത്യയെ അടുത്ത തലമുറയിലേക്ക് നയിക്കാൻ പോകുന്ന ഒരു നിർണായക ചുവടുവെപ്പാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക നയം പുനഃക്രമീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ധീരമായൊരു നീക്കമാണിത്. അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ഏർപ്പെടുത്തിയപ്പോൾ ആ തിരിച്ചടി മറികടക്കാൻ ഇന്ത്യക്ക് സ്വന്തം ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. അതിന്റെ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി ഒഴിവാക്കിയത്. ഇപ്പോൾ അതിലും വലിയൊരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. GST ഘടനയുടെ സമഗ്രമായ പരിഷ്കരണം. നിലവിൽ 4 സ്ലാബുകളിലായി വ്യാപിച്ചു കിടക്കുന്ന GST നിരക്കുകൾ ഇനി വെറും 2 എണ്ണമായി ചുരുങ്ങും. 5%, 18% എന്നിങ്ങനെ. അതായത് 12%, 28% സ്ലാബുകൾ പൂർണ്ണമായും ഇല്ലാതാകും. നിങ്ങൾക്കറിയാമോ ഈ ഒരു മാറ്റം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയാണ് പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നത് എന്ന്? അതായത് ഈ മാറ്റം നിങ്ങളെ നേരിട്ട് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിലവിൽ 12% നികുതി ഉണ്ടായിരുന്ന മിക്ക ഉൽപ്പന്നങ്ങൾക്കും ഇനി 5% മാത്രം നൽകിയാൽ മതിയാകും. അതുപോലെ 28% നികുതി ഉണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങളും 18% സ്ലാബിലേക്ക് മാറും. ഇതിലൂടെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC പോലെയുള്ളവയുടെ വില ഗണ്യമായിട്ട് കുറയും. കൂടാതെ ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ബാധകമായ 18% നികുതി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ 5% കുറയ്ക്കുകയോ ചെയ്യുമെന്നാണ് സൂചന. ഇത് വെറും വിലക്കുറവ് മാത്രമല്ല, സാധാരണക്കാരുടെ കൈവശം കൂടുതൽ പണം എത്തിയാൽ അവർ കൂടുതൽ സാധനങ്ങൾ വാങ്ങും. ഈ അധിക ഉപഭോഗം നമ്മുടെ ആഭ്യന്തര വിപണിയെ കൂടുതൽ ശക്തിപ്പെടുത്തും. അതായത് ഓരോ സാധാരണക്കാരനും രാജ്യത്തിന്റെ GDP വളർച്ചയുടെ ഭാഗമാകും. ഈ പരിഷ്കാരങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ഗുണം ചെയ്യുമോ? ഇല്ല. ചില ഉൽപ്പന്നങ്ങൾക്ക് നികുതി കൂടും. പുകയില ഉൽപ്പന്നങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പാൻ മസാല, ഓൺലൈൻ ഗെയിമിംഗ് എന്നിവയ്ക്ക് 40% വരെ നികുതി ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. നിലവിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് സെസ് അടക്കം വലിയ നികുതിയുണ്ട്. പുതിയ നിരക്ക് ഇവയുടെ വില ഇനിയും ഉയർത്തിയേക്കാം. ഇത് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാനും വിനോദങ്ങൾക്ക് വരുമാനം കണ്ടെത്താനും സർക്കാരിനെ സഹായിക്കും. സാധാരണക്കാർക്ക് മാത്രമല്ല, രാജ്യത്തെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും ഇതൊരു വലിയ ആശ്വാസമാണ്. വേഗത്തിലുള്ള രജിസ്ട്രേഷൻ, GST രജിസ്ട്രേഷൻ ഇനി വെറും 3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഇതുകൂടാതെ സംരംഭകരെ വ്യവസായ രംഗത്തേക്ക് ആകർഷിക്കും. ഓട്ടോമേറ്റഡ് റീഫണ്ട്, GST റീഫണ്ടുകൾ ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്ന സംവിധാനം വരുന്നതോടെ സംരംഭങ്ങൾക്ക് നേരിട്ടിരുന്ന പണലഭ്യതയുടെ പ്രതിസന്ധിക്ക് പരിഹാരമാകും. ഇനി ലളിതമായ നിയമങ്ങൾ നോക്കുമ്പോഴോ, നികുതി നിരക്കുകളുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെയും ഒരേ ഉൽപ്പന്നത്തിന് പല നിരക്കുകൾ എന്ന ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിലൂടെയും ബിസിനസ് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാകും. ഈ മാറ്റങ്ങളെല്ലാം ബിസിനസ് ചെയ്യാൻ കൂടുതൽ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. GST സംവിധാനം നിലവിൽ വന്നപ്പോൾ ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ സർക്കാരിന് താൽക്കാലികമായി നികുതി വരുമാനത്തിൽ നഷ്ടമുണ്ടാവാമെങ്കിലും ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുന്നതിലൂടെയും ആഭ്യന്തര വിപണി ശക്തമാവുന്നതിലൂടെയും അത് GDP വളർച്ചയായി തിരികെ വരുമെന്നാണ് കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടുന്നത്.